ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മലയാള മാസം ഇടവം 1-ാം തീയതിയാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ പൂജാവിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ തന്നെ വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് പൂജാസ്ഥലമൊക്കെ തുടച്ച് വൃത്തിയാക്കാറ്. അപ്പോൾ പൂജാസ്ഥലമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൂവ് ചാർത്താണ്. പൂവൊക്കെ ഞാൻ തലേദിവസം തന്നെയാണ് മേടിച്ച് വയ്ക്കാറ്. അപ്പോൾ പൂവൊക്കെ ചാർത്തുകയാണ്. പിന്നെ നിലവിളക്ക് തലേദിവസം വൈകിട്ട് തിരി തെളിയിച്ചതിന് ശേഷം രാത്രി ആകുമ്പോൾ നന്നായിട്ട് തേച്ച് കഴുകി ഉണങ്ങാൻ വയ്ക്കും. കാരണം രാവിലെ നമ്മൾ അതിൽ തേക്കുവാണെങ്കിൽ അതിൽ ഈർപ്പം ഉണ്ടാവും. അല്ല, നമ്മൾ രാവിലെയാണ് അത് വിളക്ക് തേച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയായതിന് ശേഷം വേണം. കാരണം അതിൽ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എണ്ണ ഒഴിക്കാൻ നേരം ഒട്ടും തന്നെ വിളക്കിൽ ഈർപ്പം ഇല്ലാണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് തിരി തെളിയിക്കണം. ഞാൻ എന്നും വിളക്ക് തേക്കാറുണ്ട്. വിളക്ക് എന്നും തേച്ച് തന്നെയാണ് നമ്മൾ കത്തിക്കേണ്ടത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും തിരി തെളിയിക്കുന്നവരാണെങ്കിൽ രാവിലെ തെളിയിച്ചിട്ട് അതിൻ്റെ നമ്മൾ തിരി മാത്രം വൈകിട്ട് മാറ്റി കൊടുത്താൽ മതി. പിന്നെ കിണ്ടിയിലെ വെള്ളവും മാറ്റണം. എണ്ണ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇന്ന് കത്തിക്കുന്ന എണ്ണ, തിരി, വെള്ളം അതൊന്നും നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ കിണ്ടി വയ്ക്കുന്ന വെള്ളമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇന്ന് ഉപയോഗിക്കുന്നത് നാളെ അത് ഉപയോഗിക്കാൻ ഒരു കാരണവശാലും പാടില്ല. അപ്പോൾ എല്ലായിടവും അലങ്കരിച്ചിട്ടുണ്ട്. പൂവൊക്കെ വെച്ച്, തുളസി ഉണ്ടായിരുന്നു, തുളസിയൊക്കെ വെച്ച് വിളക്കൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു, തിരിയിട്ടു. ഞാൻ 2 തിരിയിട്ടാണ് എപ്പോഴും വിളക്ക് കത്തിക്കാറ്. വീടുകളിൽ മിക്കവാറും അങ്ങനെയാണ് കത്തിക്കാറ്. അത് കഴിഞ്ഞ് തിരി കൊളുത്തിയിട്ടുണ്ട്. 2 തിരിയിട്ടാണ് ഞാൻ സ്ഥിരം കത്തിക്കാറ്. അത് കഴിഞ്ഞ് ശാമ്പ്രാണി കത്തിച്ചു, ശാമ്പ്രാണി ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചൂടെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടം നമ്മളെപ്പോഴും 1 ചൂടം അല്ലെങ്കിൽ 3 ചൂടം വേണം ഉപയോഗിക്കാനായിട്ട്. 2 4 അങ്ങനെ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും, ശാമ്പ്രാണി കട്ട എന്ന് പറയും. അത് പുകയ്ക്കുവാണ്. അത് ഞാൻ ഇവിടെ മാത്രമല്ല, റൂമിലും ഹാളിലും കിച്ചണിലും ഒക്കെ കത്തിക്കാറുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും വീടിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ കുങ്കുമം തൊടുകയാണ്. നമ്മൾ മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമമാണ്, അവിടെ അർച്ചന ചെയ്ത കുങ്കുമമാണ്. അത് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വിളക്ക് കത്തിച്ച ശേഷം അത് തൊടാറുണ്ട്. അങ്ങനെ കുങ്കുമം തൊട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം.